conservative vector fields in 3 space. For a 3-dimensional conservative vector field, f of xyz is equal to p of xyzi plus q of xyzj plus r of xyzk, and a piecewise smooth curve r of t is equal to x of ti plus y of tj plus z of tk, where a less than or equal to t less than or equal to b, then integral over c f dot dr equal to integral over c del phi dot dr, that is equal to phi of x of b y of t z of t minus phi of x of a y of a z of a, that is phi of b minus phi of a. ഇത് രണ്ട് വേരിയബിൾ വരുന്നത് കണ്ടു. അത് തന്നെയാണ് ഇവിടെ വരുന്നത്. ഒരു വ്യത്യാസം മാത്രം 3 വേരിയബിളിൽ നിന്ന് മാത്രം. phi of b minus phi of a തന്നെയാണ് അൾട്ടിമേറ്റ് വരുന്നത്. Result 1. If C is a space curve, a line integral over C f dot dr is independent of path whenever 3-dimensional vector field f of xy is equal to pi plus qj plus rk is conservative. ഇത് നമ്മളിവിടെ കണ്ടത് തന്നെയാണ്. ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ഇഫ് ആൻഡ് ഓൺലി if C is a curve, a line integral is independent of path whenever കൺസർവേറ്റീവ് ആണെങ്കിൽ ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആണ്. ഇത് കഴിഞ്ഞ റിസൾട്ട് നമ്മൾ കണ്ട കാര്യം തന്നെയാണ്. Result number 2. If f is conservative and p, q, r are continuous and have continuous first part derivatives in the some open region in 3 space, then അവിടെ നമ്മൾ കണ്ടത് dou p by dou y is equal to dou q by dou x എന്നും 2 dimension വന്നപ്പോൾ എന്താ കണ്ടത് നമ്മൾ കണ്ടീഷൻ എന്തായിരുന്നു? dou p by dou y is equal to dou q by dou x. ഈ ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ 2 dimension ആയിരുന്നപ്പോൾ. 3 dimension ആയിരുന്നപ്പോൾ 3 dimension ആകുമ്പോൾ കണ്ടോ dou p by dou y is equal to dou q by dou x ഉണ്ട്, കൂട്ടത്തിൽ ഈ രണ്ടെണ്ണം കൂടെ ഉണ്ട്. മൊത്തം ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലാണ് നമുക്കത് ഇവിടെ റിസൾട്ട് പറയാൻ പറ്റുള്ളൂ. കൺസർവേറ്റീവ് ആണെങ്കിൽ if f is conservative, then ഇത്. Conversely, if equation number 1 hold through an appropriate region of 3 space, then f is conservative. അപ്പോൾ 3 dimension ആണെങ്കിൽ കൺസർവേറ്റീവ് ആണെങ്കിൽ ഈക്വാലിറ്റി ഹോൾഡ് ചെയ്യണം, ഈ 3 കണ്ടീഷൻ ഹോൾഡ് ചെയ്യണം. തിരിച്ച് ഈ 3 കണ്ടീഷൻ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് കൺസർവേറ്റീവ് ആണെന്ന് നോക്കാം. കൺസർവേറ്റീവ് ആണെങ്കിൽ തൊട്ട് മുമ്പ് പറഞ്ഞ സെറ്റ് പ്രകാരം കണ്ടിന്യൂറ്റി ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാം. അപ്പോൾ ഇവിടെ എന്താ കിട്ടിയത്? നമുക്ക് ഈ 3 കണ്ടീഷൻ ശരിയാണെങ്കിൽ കൺസർവേറ്റീവ് ആണ്, കൺസർവേറ്റീവ് ആണെങ്കിൽ ഈ സെറ്റ് പ്രകാരം ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആണ്. അപ്പോൾ ഒരു തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ 3 dimensional ക്വസ്റ്റ്യൻ ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആണെന്ന് നോക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ 3 കണ്ടീഷൻ ഓക്കെ ആണോ എന്ന് നോക്കിയാൽ മതി. റിസൾട്ട് 3. If f is conservative, then f is equal to del f. പറഞ്ഞല്ലോ del കൺസർവേറ്റീവ് ആണെങ്കിൽ നമുക്കൊരു phi എന്ന പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ if f is conservative, then f is equal to del f. And f കൺസർവേറ്റീവ് ആണെങ്കിൽ curl of del f, that is equal to del f എന്ന് പറഞ്ഞ f curl f is equal to 0 ആയിരിക്കും. കാരണം നമുക്കറിയാം curl of f എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രേഡിയന്റ് ഓഫ് phi ആണ്. അപ്പോൾ curl of gradient of f എന്ന് പറഞ്ഞാൽ 0 ആണ്. അതായത് ഇവിടെ ഉദ്ദേശിച്ച് വരുന്നത് f കൺസർവേറ്റീവ് ആണെങ്കിൽ curl of 0 ആയിരിക്കും. ഒരു ഫംഗ്ഷനെ കേളിനെ കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഡിറ്റർമിനന്റ് വെച്ചിട്ട് അത് 0 ആയിരിക്കും. Example 8. Show that the line integral, this one, is independent of path C between 111 to 214. Also evaluate this one. അപ്പോൾ തന്നിട്ടുള്ളത് ഇതാണ് തന്നിട്ടുള്ള എഫ്. അതിനെന്ത് വേണം? പി എടുത്ത് എഴുതി. പി എന്ന് പറഞ്ഞാൽ ഐൻ്റെ കോഎഫിഷ്യന്റ്, ദാറ്റ് ഈസ് y പ്ലസ് വൈ സെഡ്. ക്യൂ എന്ന് പറഞ്ഞാൽ ജെയുടെ കോഎഫിഷ്യന്റ് എക്സ് പ്ലസ് 3z³ പ്ലസ് എക്സ് സെഡ്. കെ എന്ന് പറഞ്ഞാൽ ആർ എന്ന് പറഞ്ഞാൽ കെയുടെ കോഎഫിഷ്യന്റ് എക്സ് വൈ സെഡ് എടുത്ത് എഴുതി. ദെൻ നമുക്ക് ആവശ്യമായ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. അതിനായിട്ട് ഡോ പി ബൈ ഡോ വൈ കണ്ടുപിടിച്ചു. ഇതിനെ വിത്ത് റെസ്പെക്ട് വൈ കൊണ്ട് ചെയ്യുമ്പോൾ 1 പ്ലസ് സെഡ്. ദെൻ ഡോ ക്യൂ ബൈ ഡോ എക്സ്. ഇതിന് വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ 1, ഇവിടെ 0, ഇവിടെ z.
എന്നിട്ട് ഡോ പി ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സ് എന്ന് കിട്ടി. ഇനി ഒരു കാര്യം ഇവിടെ നോക്കേണ്ടത്, നമുക്ക് ഇവിടെ ഉള്ളത് പി ക്യൂ ആർ, പിന്നെ ഉള്ളത് എക്സ് വൈ സെഡ്. ഇതിങ്ങനെ നമ്മൾ പഠിക്കുക, ഡോ പി ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സ് അത് ഈക്വൽ ആവണം. അതുപോലെ ഡോ പി ബൈ ഡോ സെഡ് ഇസ് ഈക്വൽ ടു ഡോ ആർ ബൈ ഡോ എക്സ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചു വയ്ക്കേണ്ടത്. ഡോ പി ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സ്. മറ്റൊന്ന് ഡോ പി ബൈ ഡോ സെഡ് ഇസ് ഈക്വൽ ടു ഡോ ആർ, ഇത് ആറാണ്, ഡോ ആർ ബൈ ഡോ എക്സ്. അപ്പോൾ പി വെച്ചിട്ട് വൈയും ചെയ്തു സെഡും ചെയ്തു. ഇനി ക്യൂ വെച്ചിട്ട്, അപ്പോൾ അടുത്ത എന്താണ്, ഡോ ക്യൂ ബൈ ഡോ സെഡ് ഇസ് ഈക്വൽ ടു ഡോ ആർ ബൈ ഡോ വൈ, ഡോ ആർ ബൈ ഡോ വൈ. ഇതാണ് 3 കണ്ടീഷൻസ്. നമുക്ക് മനസ്സിലാവും ഇത് ഇത് നമ്മുടെ ഇതാണ്, കേളാണ്. കേൾ കണ്ടുപിടിച്ചാലും മതി, എഫിന്റെ കേൾ കണ്ടുപിടിച്ചാലും മതി. ഇത് തന്നെയാണ് അവിടെയും കിട്ടുക. ഏത് തന്നെ ചെയ്യാൻ, നമ്മൾ ഇങ്ങനെ ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ 3 തരം നമ്മൾ കണ്ടുപിടിച്ചു. ഡോ പി ബൈ ഡോ വൈ സി ഡോ ക്യൂ ബൈ ഡോ എക്സ് ആണെന്ന് കിട്ടും. ഇത് ചെയ്യുമ്പോൾ ഡോ പി ബൈ ഡോ സെഡ് ഇസ് ഈക്വൽ ടു ഡോ ആർ ബൈ ഡോ എക്സ് ആണെന്ന് കിട്ടും. അതുപോലെ ഡോ ക്യൂ ബൈ ഡോ സെഡ് ഇസ് ഈക്വൽ ടു ഡോ ആർ ബൈ ഡോ വൈ ആണെന്ന് കിട്ടും. 3 കണ്ടീഷനും കിട്ടി. അപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ സെഡ് പ്രകാരം ഈ മൂന്നും ഈക്വൽ ആയതുകൊണ്ട്, ഈ 3 കണ്ടീഷൻ കിട്ടിയതുകൊണ്ട് എഫ് കൺസർവേറ്റീവ് ആണ്. എഫ് കൺസർവേറ്റീവ് ആണെങ്കിൽ ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആണ്, അത് കിട്ടി. ഇനി നമുക്കറിയാം ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആണെങ്കിൽ, അല്ലെങ്കിൽ എഫ് കൺസർവേറ്റീവ് ആണെങ്കിൽ നമുക്കൊരു ഫൈ എന്ന പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്ന. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സിൻസ് എഫ് ഈസ് കൺസർവേറ്റീവ് ദർ എക്സിസ്റ്റ് ഫൈ സച്ച് ദാറ്റ് എഫ് ഈസ് ഈക്വൽ ടു ഡെൽ ഫൈ. ഇതാണ് നമ്മുടെ എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ. ഡെൽ ഫൈ എന്ന് പറഞ്ഞാൽ ഡോ എഫ് ബൈ ഡോ എക്സ് ഐ, ഡോ എഫ് അല്ല ഡോ ഫൈ, ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ഫൈ ബൈ ഡോ സെഡ് കെ. ഈ 2 വെക്ടറുകൾ ഈക്വൽ ആണെന്ന് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതിനർത്ഥം എന്താ, ഐ കമ്പോണൻസ് ഈക്വൽ ആണ്. ദാറ്റ് ഈസ് ഡോ ഫൈ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു വൈ പ്ലസ് വൈ സെഡ്. അതുപോലെ ജെ കമ്പോണന്റ് ആയ ഡോ ഫൈ ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 3z ക്യൂബ് പ്ലസ് എക്സ് സെഡ്. Then dou phi by dou z is equal to 9yz square plus xy minus 1. Integrate equation 1 partial with respect to x. കാരണം നമുക്ക് ആവശ്യം phi മാത്രമാണ്. ഇവിടെ എക്സ് ഡോ ഫൈ ബൈ ഡോ എക്സ് കളയണം. ഈ ഡോ എക്സ് എന്ന് കളയണമെങ്കിൽ ഡെറിവേറ്റീവ് കളയണമെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് പാർഷ്യലി. സോ ഫൈ ഇസ് ഈക്വൽ ടു ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഓക്കെ, ഡോ ഫൈ ബൈ ഡോ എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആ ഡെറിവേറ്റീവ് പോയിട്ട് ഫൈ മാത്രമായിട്ട് വരും. ഫൈ ഇസ് ഈക്വൽ ടു വൈയുടെ ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഫൈ ഇസ് ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്തോ എക്സ് കൊണ്ടായതുകൊണ്ട് വൈ കോൺസ്റ്റന്റ്, വൈൻ്റെ വൈ എന്നിട്ടു ഇവിടെ 1 dx എന്ന് പറഞ്ഞാൽ എക്സ്, സോ വൈ എക്സ് പ്ലസ് ഇവിടെ വൈ സെഡ് എക്സ് പ്ലസ് മുമ്പ് നമ്മൾ പ്രോബ്ലം ചെയ്ത പോലെ വിത്ത് പ്ലസ് എ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ വേണം. ഇവിടെ എക്സും വൈയും സെഡും ഉണ്ട്. നമ്മൾ വിത്ത് റെസ്പെക്ട് എക്സ് കൊണ്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്തത്. ഇനി കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ അത് എന്തിനാണ്, വൈയിലും വരാം സെഡിലും വരാം. വൈയിലും സെഡിലുള്ള ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ. തിരിച്ച് ചിന്തിച്ച് നോക്കിയേ, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈ, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈ സെഡ്. ദെൻ ഇവിടെ എക്സ് ഒഴികെയുള്ള എന്ത് വന്നാലും നമ്മൾ പാർഷ്യൽ ഇന്റഗ്രേഷനിലെ കോൺസ്റ്റന്റ് ആയിട്ട് വിചാരിക്കുക, പാർഷ്യൽ ഡിഫറൻഷിയേഷനിലെ കോൺസ്റ്റന്റ് ആയിട്ട് വിചാരിക്കുക. അപ്പോൾ 5, 8, 13 അങ്ങനത്തെ ഒരു കോൺസ്റ്റന്റും വരാം. അല്ലാത്ത പക്ഷം വൈയിലും സെഡിലുള്ള ഒരു ഫംഗ്ഷനും വരാം. അതൊക്കെ വന്നാലും കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ വിചാരിക്കുക. അപ്പോൾ എന്തായിട്ട് കൊടുക്കാം, ജി ഓഫ് വൈ സെഡ് ആയിട്ട് കൊടുക്കാം. ദെൻ ഡിഫറൻഷിയേറ്റ് ഇക്വേഷൻ ഇപ്പോൾ പാർഷ്യൽ വിത്ത് റെസ്പെക്ട് ടു വൈ, കാരണം നമുക്ക് ഇനി ഇതിന്റെ വിത്ത് റെസ്പെക്ട് വൈ കൊണ്ട് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും, ഡോ ഫൈ ബൈ ഡോ വൈ ഈക്വൽ ടു വൈയോട് ചെയ്യുമ്പോൾ ഇവിടെ എക്സ് വരും പ്ലസ് വൈയോട് ചെയ്യുമ്പോൾ സെഡ് എക്സ് വരും പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ജി ഓഫ് ഐ സെഡ്. ഡോ ഫൈ ബൈ ഡോ വൈ എന്താണെന്ന് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 അറിയാം. ആ ഇക്വേഷൻ നമ്പർ 2 അറിയാവുന്നത് കൊണ്ടാണ് നമ്മളിവിടെ പാർഷ്യൽ വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അത് വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമുക്ക് കാണാം ഈ എക്സും കോമൺ ആണ്, കട്ട് ചെയ്ത് കളഞ്ഞു. ഇതും കോമൺ ആണ്, കട്ട് ചെയ്ത് അത് കട്ട് ചെയ്ത് കളയാൻ പറ്റില്ല. ഓക്കെ, ഇതും കോമൺ ആണ്, കട്ട് ചെയ്ത് കളഞ്ഞു. ഇവിടെ ബാക്കിയുള്ള 3z ക്യൂബ് ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ ഓഫ് ജി ഓഫ് ഐ സെഡ്. ഇനി എനിക്ക് വേണ്ടത് ജി ഓഫ് ഐ സെഡ് ആണ് കണ്ടുപിടിക്കാൻ എൻ്റെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ഡെറിവേറ്റീവ് മാറിയിട്ട് ജി ഓഫ് ഐ സെഡ് മാത്രം വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രേറ്റ് ഇന്റഗ്രൽ 3z ക്യൂബ് dy, ദാറ്റ് ഈസ് ഈക്വൽ ടു 3z ക്യൂബ് 1ന്റെ ഇന്റഗ്രല്
വൈ പ്ലസ് കണ്ടോ ഇനിയിപ്പോൾ ഈ ഫംഗ്ഷനിലെ വൈയും സെറ്റ് അല്ലേ നമ്മൾ വൈ കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്ത കാരണം ഇനി കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ആകാനേ പാടുള്ളൂ സെഡ് വരാനേ പാടുള്ളൂ. അപ്പോൾ സെഡിലുള്ള ഒരു ഫംഗ്ഷൻ അത് മാറാൻ കോൺസ്റ്റന്റ്. ഇവിടെ പറഞ്ഞു വരുന്നത് ഇതിനൊന്ന് തിരിച്ച് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് 3 സെറ്റ് ക്യൂബ് സെറ്റ് റേസ് ടു നമുക്ക് ഓക്കെ ഇതൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? റെസ്പെക്ട് വൈ കൊണ്ടല്ലേ. അപ്പോൾ വൈ ഡെറിവേറ്റീവ് 1 3 സെറ്റ് ക്യൂബ് പ്ലസ് എച്ച് ഓഫ് സെഡ്. നമ്മൾ റെസ്പെക്ട് വൈ കൊണ്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വൈ ഒഴികെയുള്ള ബാക്കി എല്ലാം കൂടെ കോൺസ്റ്റന്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എച്ച് ഓഫ് സെഡ് ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അത് 0 to പോയി. ഇവിടെ വേറെ കോൺസ്റ്റന്റ് വന്നാലും 0 8 13 നമ്പർ വന്നാലും ഇത് 0 തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ജി ഓഫ് ഐ സെഡിനെ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷനിൽ സെഡ് മാത്രമേ വരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വേറെ കോൺസ്റ്റന്റ്. അതുകൊണ്ട് ഇങ്ങനെയാണ് ചെയ്തത്. ഇവിടെ ചെയ്തപ്പോൾ എക്സ് കൊണ്ട് ചെയ്തപ്പോൾ എക്സ് വൈ സെഡ് ഉണ്ട്, അതിനെ എക്സ് കൊണ്ട് ചെയ്തപ്പോൾ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ വൈ സെഡ് വന്നു. ഇനി ഇവിടെ വൈ സെഡ് മാത്രമാണ് ഉള്ളത്, അതിനപ്പോൾ വൈ കൊണ്ട് ചെയ്തപ്പോൾ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ സെഡ് മാത്രം മാറി. സോ ഈ കിട്ടിയ വാല്യൂ ഇക്വേഷൻ നമ്പർ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 4. അതിൽ ഈ ജി ഓഫ് ഐ സെഡിന് പകരം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും? ഇക്വേഷൻ നമ്പർ 4 ബിക്കംസ് y is equal to yx plus yzx plus 3yz cube plus h of z. ഇനി നമ്മുടെ എയിം എന്ന് പറയുന്നത് h of z കണ്ടുപിടിക്കില്ല. അതിനായിട്ട് ഇതിന് വിത്ത് റെസ്പെക്ട് ടു x കൊണ്ട് വിത്ത് റെസ്പെക്ട് ടു z കൊണ്ട് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ ഡോ ഫൈ ബൈ ഡോ z is equal to ഡിഫറൻഷിയേറ്റ് പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു z കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കോൺസ്റ്റന്റ് ആണ്, 0 to പോയി. വിത്ത് z കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ 5x മാത്രം വരും. പ്ലസ് z കൊണ്ട് ചെയ്യുമ്പോൾ 3y into 3z square 9yz square വരും. പ്ലസ് ഇതിന്റെ ഡെറിവേറ്റീവ് h dash of z. ദെൻ ഇത് ഡോ ഫൈ ബൈ ഡോ z എന്ന ഇക്വേഷൻ നമ്പർ 3 പ്രകാരം 9yz square പ്ലസ് xy minus 1 ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ xy പോയി, 9yz square പോയി, ബാക്കി -1 is equal to h dash of z. ദെൻ നമ്മുടെ ഉദ്ദേശം എന്താ? h dash of z ന് h dash നെ കാണണം, z മാത്രമായിട്ട് മാറണം. h മാത്രമായിട്ട് മാറണം. അപ്പോൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു z കൊണ്ട് പാർഷ്യലി. സോ h dash of z എന്നുള്ളത് h of z ആവും. is equal to -1 ഇന്റഗ്രലിലെ മൈനസ് z പ്ലസ് എ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ. കണ്ടോ ഇവിടെ z മാത്രമേ ഉള്ളൂ. z കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ദെൻ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ കൊടുക്കേണ്ടത് വെറും കോൺസ്റ്റന്റ് ആണ്, അതായത് x y z ഒന്നും വരാൻ പാടില്ല, വെറും കോൺസ്റ്റന്റ് വന്നു. -z പ്ലസ് k. സോ ഈ കിട്ടിയ ഉത്തരം h of z ന്റെ ഉത്തരം ഇക്വേഷൻ നമ്പർ 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം h of z ന്റെ പകരം. സോ 5 is equal to xy plus xyz plus 3yz cube minus z plus k. K is a constant of integration. ഇതാണ് 5 എന്ന് പറയുന്നത്. ദിസ് ഇസ് 5. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ k ഇവിടെ എഴുതാതിരിക്കാം. കാരണം k ഇവിടെ പോകും. ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുമ്പോൾ k പോകും. നമുക്ക് മുമ്പുള്ള പ്രോബ്ലത്തിൽ കോൺസ്റ്റന്റ് ഇന്റഗ്രേഷൻ പോയി ഇങ്ങനെ കണ്ടതാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ വർക്ക് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ k ഒഴിവാക്കി എഴുതിയാലും തെറ്റില്ല. ദെൻ ഇത് നമുക്ക് അതിന്റെ ലൈനുകൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇന്റഗ്രൽ 1 1 1 2 2 1 4 ഇതെന്നുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച തിയറി പ്രകാരം phi of p minus phi of p ആണ്. കാരണം അത് കൺസർവേറ്റീവ് ആണ്. അപ്പോൾ നമുക്കൊരു പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ ലൈനുകൾ എന്ന് പറയുന്നത് phi of p minus phi of p ആണ്. phi എന്ന് പറഞ്ഞാൽ ഈ കിട്ടിയതാണ്, xy ഈ കിടക്കുന്നതാണ് നമ്മുടെ phi എന്ന് പറയുന്നത്. ഇതിലെ phi of p minus phi of p എന്ന് പറഞ്ഞാൽ ഇതിലെ x ഉള്ളിടത്തൊക്കെ 2, y ഉള്ളിടത്തൊക്കെ 1, z ഉള്ളിടത്തൊക്കെ 4 കൊടുക്കുക. മൈനസ് phi of a എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ a എന്ന പോയിന്റ്. x ഉള്ളിടത്ത് 1, y ഉള്ളിടത്ത് 1, z ഉള്ളിടത്ത് 1 കൊടുക്കുക. അത് മൂന്നും എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം ഫൈനൽ ആൻസർ കിട്ടും 94. ഇതാണ് ഫൈനൽ ആൻസർ.